സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ചക്കപ്പുഴുക്കാണ്. അതിന് മുമ്പ് ഒരു ചെറിയൊരു കോമഡി സ്റ്റോറി പറയുന്നതായിരിക്കും. ഓക്കെ, സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു വീട്ടുമുറ്റത്തുണ്ടായ ഒരു ചക്കപ്പുഴുക്കാക്കുന്നതാണ്. ഇടുന്ന തൊട്ട് ചക്കപ്പുഴുക്കാക്കുന്നതിൻ്റെ വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുമ്പോൾ ഞാൻ ഇന്നലെ ചേനപ്പാടി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിറ്റിയിൽ പോയി. ചേനപ്പാടി സിറ്റി, അതായത് അവിടെ ഒരു ബോർഡ് കണ്ടു, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്താണ്. അപ്പോൾ അതിലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നു. ആ കൂട്ടുകാരനോട് ചോദിച്ചു, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്താണ്. അപ്പോൾ അവൻ പറഞ്ഞു, ആരോഗ്യമുള്ള ഒരാൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു കേന്ദ്രമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന്. അങ്ങനെ അപ്പോൾ ഈ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നല്ല ഫ്രഷായ ലൈവായ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ ഒരു പ്ലാവിലെ, അതായത് റെഡ് കളറുള്ള ഒരു ഇതാണ് പ്ലാവാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏകദേശം ഒരു തൃശ്ശൂരിൽ നിന്നെടുത്ത ഒരു പ്ലാവും തൈ ആയിരുന്നു. നമുക്ക് ഏകദേശം ഒരു ഒരടി പൊക്കം ഉള്ളായിരുന്നു നമ്മുടെ എടുത്തപ്പോഴത്തേക്കും തന്നെ. അതിൻ്റെ വില ഏകദേശം ഒരു 250 രൂപ 300 രൂപ ആ റേഞ്ചായിരുന്നു. അതിനേക്കാൾ ഒരു 2 അടി പൊക്കം ഉള്ളതിനൊക്കെ 400-450 ആയിരുന്നു നമുക്ക് തൃശ്ശൂർ മണ്ണൂത്തി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 8 മാസമായുള്ളൂ. അതിനപ്പോഴത്തേക്ക് നമുക്ക് നല്ല വളർച്ച എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ലറി ഇലവട്ടത്തിൽ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ വേറെ പച്ചിലവളമൊന്നും എടുക്കില്ല. പിന്നെ കോന്നച്ചവർ നല്ല ശരിക്കും ഇതിൻ്റെ ചുവട്ടി നല്ല റൗണ്ടിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ കൊക്കത്തോടൊക്കെ പൊടിച്ച് ഈ പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരു 8-9 മാസം ആയപ്പോഴത്തേക്ക് നമുക്ക് നിറച്ചും ചക്കയായി. ഏകദേശം നമ്മളൊരു 4 ചക്ക ഇതിൽ നിർത്തിയുള്ളൂ. ബാക്കിയെല്ലാം ഇതങ്ങ് കട്ട് ചെയ്ത് ചുരക്കുള്ളൂ. നമ്മളിപ്പോൾ ഈ ചക്ക അങ്ങോട്ട് കട്ട് ചെയ്യണം. ഏകദേശമൊക്കെ വിളഞ്ഞ് നമുക്കൊരു വേവിക്കാൻ പരുവാണ് ഇപ്പം. ഇത് ഏകദേശം നല്ല പഴുപ്പിക്കാൻ, ഈ റെഡ് കളറായതുകൊണ്ട് നമുക്കിത് പഴുപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. പഴുപ്പിച്ച് കഴിക്കാനാണ് ഇതിന് ഏറ്റവും നല്ല ഇത് നമുക്ക് ഏകദേശം ഇതിപ്പോൾ ഒരു കഴിക്കാൻ പാകമായിട്ടുണ്ട്. മുള്ളൊക്കെ വിരിഞ്ഞ് ഒരു പരുവായിട്ടുണ്ട്. ഏകദേശം ഒരു മഞ്ഞ നിറത്തിലേക്ക് അതിൻ്റെ തോടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വെട്ടി താഴെ ഇടാനായിട്ട് സാധ്യത വന്നാലേ തന്നെ നമുക്കിത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. താഴെ വീണിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് പൂളാം. ഏകദേശം ഒരു വരയൊക്കെ ഇട്ട് നടുവ കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ രണ്ടായിട്ടൊന്ന് പൂളാം. അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചുള കാണണം. നമുക്കൊരു റെഡ് കളറാണ് ഇതിൻ്റെ ചുളക്ക് തന്നെ. നല്ല കട്ടിയാണ്. വറക്കാനൊന്നും കൊള്ളുകയില്ല. വറക്കണമെങ്കിൽ നമുക്ക് ഈ ചുളയ്ക്ക് അധികം കട്ടിയൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പുഴുക്കിനുള്ള പരുവത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് പുഴുകാനൊന്നും കൊള്ളുകയില്ല, എന്നാലും ഏകദേശം നമുക്കൊന്ന് പുഴുങ്ങി നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. ഇത് ഏകദേശം പഴുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ റെഡ് കളറുള്ള ചക്കയായതുകൊണ്ട് ഒറ്റ വീട്ടിൽ നമുക്കിപ്പോൾ രണ്ടാക്കി ഉണ്ടോ. റെഡ് കളറാണ്, അത് മുഴുവൻ ചുമന്നിരിക്കാനാണ്. പക്ഷേ മധുരമൊന്നും ആയിട്ടില്ല. ഇപ്പം ഏകദേശം ഒരു ദിവസം 24 ദിവസം നല്ല മധുരത്തിലേക്ക് കിടക്കും. ഇതൊക്കെ ടേസ്റ്റാണ്. ഇതിൻ്റെ വിത്ത് നമുക്ക് തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ സെയിലുണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വിത്ത്. അതായത് ഇത് ബഡ് ചെയ്തതിൻ്റെ ഒരു 45 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിത്തും തൈകളൊക്കെ എല്ലാം നമ്മളിവിടെ തന്നെ സെയിൽ ചെയ്യുന്നതായിരിക്കും. ഒരു 2 മാസത്തെ ഗ്യാപ്പ് നമ്മളതിനുള്ള എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഡിങ്ങിൻ്റെ ഇതാണ് ആ ചുള. നല്ല റെഡ് കളറാണ്, നല്ല ടേസ്റ്റാണ്. പച്ചച്ചുളയാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത്രയ്ക്ക് ഇതാണ്. നമുക്കിതൊരു ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയാനായിട്ട് നമുക്ക് എന്തായാലും ചക്ക വേണ്ടി പ്ലാവിലുണ്ടാവും. പക്ഷേ നമുക്ക് ആ പ്ലാവിൻ്റെ ശേഷി അനുസരിച്ച് നമുക്കിത് അധികം ചക്ക നിർത്താൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യത്തെ ചക്ക നമ്മൾ ചെറിയ ചക്ക ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്ത് കളയും. ഒരു 2 മാസം കൊണ്ട് ഇങ്ങനെ കുഞ്ഞു ചക്കകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു 8 മാസം 9 മാസം ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഏകദേശം ഒരു 2 ചക്കയെങ്കിലും 4 ചക്ക നിർത്തി. അതിനുശേഷം നമുക്ക് ഇതിനൊക്കെ ഈച്ചശല്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഈ വടക്കം പോല അതൊരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് ഈ പ്ലാവിലേക്ക് ഒന്ന് കൊടുത്താൽ മതി. പിന്നെ ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു 15 അടിയിൽ ഇതിൻ്റെ മണ്ട അങ്ങ് മുറിച്ചങ്ങ് നിർത്തിയേക്കണം. അതിൻ്റെ മണ്ടയിലേക്ക് കയറ്റി വിടാൻ പാടില്ല. പിന്നെ അങ്ങ് വിടർത്തി അങ്ങ് വിട്ടേക്കണം. അതിൻ്റെ മണ്ടയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് കാറ്റടിച്ച് ഒടിഞ്ഞു പോകാനൊക്കെ വളരെ സാധിക്കും. നമ്മളിപ്പോൾ ഇത് അരിഞ്ഞ് ചെറിയ പീസുകളാക്കി നമുക്ക് ഒരു പുഴുക്ക് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. എല്ലാം റെഡി. അതായത് നമ്മുടെ ഏകദേശം ഒരു പുഴുക്ക് റെഡിയായിരിക്കുകയാണ്. അതായത് നല്ല കട്ടിയായതുകൊണ്ട് നല്ല കുഴക്കുഴാന്നായിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു മത്തിക്കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട് പോവുക. എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം. സൂപ്പർ ഉണ്ടാവും. ചൂട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വിഭവമാണ് ചക്കപ്പുഴുക്ക്. നമ്മൾ വേറെ റെഡിയായിട്ട് വരുന്നതിന് വരെ